ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിക്രമിന്റെ വീട്ടിലേക്ക് വാസവം വന്ന് ഭീഷണിപ്പെടുത്തി പോയിരിക്കുകയാണ് കേട്ടോ. എല്ലാം കേട്ട് ക്ഷേത്രത്തിൽ നിന്ന് വന്ന കമലമ്മ അപ്പം തന്നെ തളർന്നു വീഴും. ഇത് കണ്ട് അവിടെയുള്ള മാഷും എല്ലാവരും പേടിക്കട്ടോ. പിന്നെ ഉടൻ തന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും വിഷമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും നല്ലതായിട്ട് പേടിച്ചിട്ടുണ്ട്, കാരണം കണ്ണ് തുറക്കുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത വാർത്ത വേദ വിക്രമിനെ അറിയിക്കുന്നുണ്ട്. ശേഷം വിക്രം അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാട്ടോ. ഇങ്ങനെ ഷോളോണ്ട് പുതച്ച് മൂടിയിട്ട് ഇങ്ങനെ വരുന്നത് മാഷ് ആകെ പേടിച്ചു വന്നിട്ടുണ്ട്. മാഷ് വിക്രമിനോട് വേഗം തന്നെ പോകാൻ പറയും. അമ്മയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കമലമ്മ കണ്ണുറക്കുന്നുണ്ടാവണം. പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്തില് പോലീസായ ആ സാബു സാർ ഉണ്ടല്ലോ, അയാളാണ് വിക്രമിനെ കൊടുക്കാൻ മുന്നിൽ നിൽക്കുന്നത്. വിക്രം അയാളുടെ അടുത്ത് ചെന്നിട്ട് അയാളുടെ കാല് തല്ലി ഒടിക്കുന്നുണ്ട്. അങ്ങനെ അയാൾക്കുള്ളതെല്ലാം വിക്രം കയ്യോടെ കൊടുക്കുക. പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ വിക്രമും വേദയും ഫോണിലൂടെ സംസാരിക്കുകയാണ്. വേദ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ. വേദയ്ക്ക് വിക്രം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായ വലിയൊരു പേടിയുണ്ടായിരുന്നു. അതാ ഇപ്പോൾ ആ ഒരു ഭയത്തിൽ നിന്നാണ് ഇവര് കൂടുതൽ അടുത്ത് തുടങ്ങിയതും അവര് വീണ്ടും വീണ്ടും അടുപ്പത്തിലായതും. അങ്ങനെ രണ്ടുപേരും പ്രണയജോളികളായിട്ട് അടുത്തുണ്ടായിരുന്നപ്പോൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഫോണിലൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. കട്ടിലേക്ക് കിടന്നും ഇരുന്നും നടന്നും ഒക്കെ. അതിനുശേഷം പിന്നീട് ഇഷിത രാത്രിയിലെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്ന് വേദ പറയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നാക്കാട്ടോ. അങ്ങനെ വിക്രമിനെ വെക്കാനുള്ള മരുന്നും ആൻറ്റിബയോട്ടിക്കും എല്ലാ മെഡിസിനും അടങ്ങിയ ബാഗ് വേദയ്ക്ക് കൊടുക്കും. ശേഷം വിക്രമിനെ വേദയുടെ അടുത്താക്കിയിട്ട് ഇഷിത അവിടെ നിന്ന് പോകും കേട്ടോ. അങ്ങനെ രാത്രിയിൽ ആരും അറിയാതെ വിക്രമിനെ വേദ അവിടെ വീട്ടിലകത്താക്കാണ്. അങ്ങനെ റൂമിലെത്തുമ്പോൾ അവിടെ ചോര വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ അവിടെ ഉണ്ടായിരുന്ന, അതായത് വിക്രം നടന്നിടത്തൊക്കെ ഉണ്ട്, അങ്ങനെ കാലിൽ വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കണം ബ്ലീഡിങ് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അങ്ങനെ വേദ അതെല്ലാം തുടച്ചു മാറ്റുന്നുണ്ട്. ശേഷം വിക്രമിന്റെ കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുറി കെട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കണൊക്കെ ഉണ്ട് കേട്ടോ വേദ. പിന്നീട് ഓരോന്ന് പറഞ്ഞ് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ആ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വിക്രം വേദയോടൊപ്പം ആരും അറിയാണ്ട് അവിടെ കഴിയാട്ടോ. വിക്രമും വേദയ്ക്ക് വിക്രമിന് ഒരുപാട് ഷർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് നല്ല ലുക്കിലാണ് വിക്രം നിൽക്കുന്നത്. പിന്നെ ചായയൊക്കെ കുടിക്കുമ്പോൾ ആ ചായ എടുത്ത് വിക്രമിന് കൊടുക്കാനായി മുകളിലേക്ക് വരുന്നുണ്ട്. അത് വിക്രം കഴിക്കുന്നുണ്ട്. അങ്ങനെ വേദ മൊത്തത്തിൽ ഹാപ്പിയാണ്. ഇത് പിന്നെ ശ്രീകാന്ത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ കൺമുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ലെന്ന് കരുതുമല്ലോ എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു ഇതിൽ ഒരുപക്ഷെ ശ്രീകാന്തോ അല്ലെങ്കിൽ ചന്ദ്രശേഖരനോ ആയിരിക്കാം പോലീസിനെ അങ്ങോട്ട് വരുത്തുന്നുണ്ട്. അങ്ങനെ പോലീസ് വന്ന് ഒരു ജഡ്ജിയുടെ വീട്ടിലേക്കാണല്ലോ വരുന്നത്. അങ്ങനെ അതിനായിട്ടുള്ള ആ റൂൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആ വീട് മൊത്തത്തിൽ സെർച്ച് ചെയ്യണേ. ഇതറിയുമ്പോൾ തന്നെ വേഗം വിക്രമിനെ അവിടുന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിനെ അന്വേഷിച്ച് തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. അവിടെ ഒളിപ്പിച്ച് വെച്ചെന്നുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വിക്രം അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പോലീസ് ജസ്റ്റ് കണ്ടില്ല എന്നുള്ള ഘട്ടം വരെ എത്തുന്നുണ്ടെങ്കിലും വിക്രമിനെ അവർ കാണുന്നില്ല. പിന്നീട് വിക്രം അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഗുണ്ടകൾ വെള്ളത്തിൽ വെച്ച് അടിപിടിയൊക്കെ കൊണ്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കാത്തിരുന്നാൽ മതിയാവും. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്